തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നത്. ഈ പിന്നിൽ കണ്ടോ, അത് വടക്കുംനാഥ ക്ഷേത്രമാണ്. നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ക്ഷേത്രം അറിയാമല്ലോ എല്ലാവർക്കും. അവിടെയാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് ചിത്രീകരണമൊന്നും പറ്റത്തില്ല. അവിടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഈ പുറത്തെ കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ ക്ഷേത്രം ഇത് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്രമാണെന്നാണ് ഇത് വിശ്വസിക്കപ്പെടുന്നത്. അത് ഞാൻ അന്വേഷിച്ച് അറിഞ്ഞതാണ് കേട്ടോ. ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള തേക്കിൻകാട് മൈതാനം എല്ലാവർക്കും അറിയാമല്ലോ. അവിടെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്നത്. അവിടെയാണ് ഈ ക്ഷേത്രം. 20 ഏക്കറാണ് ഈ ക്ഷേത്രം ഇരിക്കുന്ന ഈ സ്ഥലം. ഇത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യ പ്രകാരമാണ് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും പണിതിരിക്കുന്നത്. ഇത് പണിയാൻ വേണ്ടി മണ്ണും മരവും മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഇതിൻ്റെ ഒരു വളരെ പ്രത്യേകതയാണത്. ഈ ദക്ഷിണ കൈലാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം നമ്മുടെ ഈ വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ഇതൊരു ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. ഇവിടെ പാർവതി, ഗണപതി, ശങ്കരനാരായണൻ, ശ്രീരാമൻ ഈ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 1300 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. ഞങ്ങളിപ്പം ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നതാണ്. അകത്ത് ഇപ്പോഴും നല്ല ആളാണ്. പിന്നെ ഇപ്പോൾ സമയം 10 മണി ആറായി. അതുകൊണ്ട് ശകലം തിരക്ക് കുറവുണ്ട്. ഇത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മതിൽക്കെട്ട് ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, 20 ഏക്കറാണ്. ഈ 20 ഏക്കർ ചുറ്റിനും മതിൽ കെട്ടിയിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നീളത്തിൽ മതിൽ കെട്ടിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിലാണ്. എന്താ അല്ലേ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ശിവലിംഗമാണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടെന്ന് പറയുന്നത് നെയ്യഭിഷേകമാണ്. അപ്പം ഈ നൂറ്റാണ്ടുകളായി ഈ നെയ്യഭിഷേകം ചെയ്ത് ഈ നെയ്യുടെ ഒരു മലയായി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ശിവലിംഗം ഇരിക്കുന്നത്. ഇപ്പം അത് നിലവിൽ കണ്ടവരാരും ജീവിച്ചിരിപ്പില്ല. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുകൊണ്ട് 1300 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പം ഈ നെയ്യ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നെയ്യ് മലയായി. അതിനിപ്പോൾ 14 അടി പൊക്കം ഉണ്ടെന്നാണ് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിയാൻ സാധിച്ചത്. നമ്മൾ രാവിലെ ഒരു 4 മണിക്ക് ഇവിടെ ക്ഷേത്രം തുറക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ നെയ്മല കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും തിരുവാഭരണം അവിടെ വെച്ചിട്ട് കൂളത്തുമാല ചാർത്തുകയാണ്. അപ്പോൾ നമുക്ക് അതായിരിക്കും കാണാൻ പറ്റുന്നത്. ഇത് വലിയ പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ചെല്ലുമ്പം കാണാം. അത്രയും പൊക്കത്തിൽ ഇരിക്കുന്ന കൂളത്തുമാലയെല്ലാം ഇങ്ങനെ ചാർത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരുപാട് വിളക്കുകളെല്ലാം ഇങ്ങനെ കത്തി നിൽക്കുന്നതാണല്ലോ. ഈ ചൂടിന് ഈ നെയ്യ് ഉരുകത്തേ ഇല്ല. ഈ നൂറ്റാണ്ടുകളായി കിടക്കുന്ന നെയ്യുടെ പുറത്തോട്ട് വീണ്ടും വീണ്ടും നെയ്യ് വീണൊരു വലിയൊരു മലയാട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇതുവരെ ആ നെയ്യ് ഉരുകുകയോ ആ നെയ്ക്ക് ഇതുവരെ ഒരു കേടുപാട് സംഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു വലിയ അതിശയമായിട്ട് തന്നെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന നെയ്യ, ഒരു പ്രശ്നവുമില്ല അതിനൊന്നും. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് കരിക്ക് അഭിഷേകം ചെയ്യും. ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കരിക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കും. പക്ഷേ ഈ നെയ്മലയ്ക്ക് യാതൊരു കേടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് അതിങ്ങനെ കിടക്കുകയാണ്, ഒരു പ്രശ്നമില്ലാതെ. അതൊരു വലിയൊരു അതിശയമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത്. ഈ 14 അടി പൊക്കം ഉള്ളതുകൊണ്ട് എന്തോ ലാഡർ പോലെയുള്ള എന്തിലോ കയറി നിന്നുകൊണ്ടാണ് ഇപ്പം നെയ്യഭിഷേകം ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇത് കണ്ടോ, ഈ പുറത്തൂടെയൊക്കെ നടക്കാനൊക്കെ നല്ല ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ്. പക്ഷേ ഇവിടെ മുഴുവൻ മരങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ കോമ്പൗണ്ടിനകത്ത് മുഴുവൻ. ഇവിടെയാണ് തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന സ്ഥലം. ഈ കാണുന്ന ഈ വഴികളൊക്കെ ഇതുണ്ടോ, കാറൊക്കെ പോകുന്നത്, അതെല്ലാം ക്ഷേത്രത്തിന് ഈ മതിൽക്കെട്ടിനകത്തുള്ള വഴികളാണ്. ക്ഷേത്രത്തിലേക്ക് വരുന്ന അവരുടെ വാഹനങ്ങളൊക്കെയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ അവിടെ കിടക്കുന്നുമുണ്ട്. ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ അടുക്കാൻ പറ്റത്തില്ലായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മാറി ഒരുപാട് വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ആരെയൊക്കെ ഇങ്ങനെ കാത്തൊക്കെ നിൽക്കുന്നവരൊക്കെയാണ്. ഇവിടെ ഈ തൃശ്ശൂർ നഗരത്തിലേക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൂടെ അല്ലാതെ വരാൻ മേല കേട്ടോ. അതങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ ക്ഷേത്രത്തിന്. ഇതിൻ്റെ മുന്നിൽ കൂടെ മാത്രമേ ഉള്ളൂ നഗരത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ശബരിമലയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ശബരിമല തീർത്ഥാടകരൊക്കെ അങ്ങ് അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടു അവിടെ. ഈ സമയത്ത് ഈ മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഈ മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമല്ല. ഇവർ ശബരിമലയിലേക്ക് പോകുന്നവരാണെന്നാണ് പറഞ്ഞത്.
ഞങ്ങളും ഇവിടുത്തെ ദർശനമെല്ലാം കഴിഞ്ഞ് മടക്കയാത്രയ്ക്ക് ഒരുങ്ങിയാണ്.